ഇനി നമുക്ക് നോക്കാനുള്ളത് GBS ആണ്, ഗുലിയൻ-ബാർ സിൻഡ്രം. കോമൺ ആയി പേഷ്യൻസിൽ കാണുന്ന ഡിസീസ് ആണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടും കോംപ്ലിക്കേഷൻസ് ആയിട്ടും പേഷ്യൻസിൽ കാണാറുള്ള ഡിസീസസ് ആണിത്. കാർണിയൽ നെർവ്സിൻ്റെയും പെറിഫറൽ നെർവ്സിൻ്റെയും ഇൻഫെക്ഷൻ വന്നാൽ നമ്മുടെ ബോഡി അതിനോട് ഓവർ റിയാക്ട് ചെയ്യും. മൈലിന്തിൻ ഷീന്തിൻ്റെ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന ഡിസീസാണിത്. വർഷങ്ങളെടുത്ത് മാത്രമേ പേഷ്യൻസിനെ നോർമൽ ഫങ്ഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ പെറിഡിസ്പോസിങ് ഫാക്ടറായിട്ട് കാണാറുണ്ട്. പിന്നെ അസസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ, പാരാസ്പീഷ്യ, പെയിൻ, ഹൈപ്പർ സെൻസിറ്റീവ്, പിന്നെ കാർഡിയാക് ഡിസ്റിതമിയ, എലിവേറ്റർ പ്രോട്ടീൻ ലെവല്, പിന്നെ ഇലക്ട്രോ എൻസെഫലോഗ്രാഫിൽ അബ്നോർമാലിറ്റി കാണാൻ സാധിക്കും. ഫേഷ്യൽ മസിൽസ് വീക്ക്നെസ്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ഇതൊക്കെയാണ് കാണുന്നത്. പിന്നെ ഇൻ്റർവെൻഷൻസ് നോക്കിയാൽ റെസ്പിറേറ്ററി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുക, പെയിൻ റിലീഫ്, സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ്, പ്രൊവൈഡ് വെന്റിലേഷൻ, മോണിറ്റർ കാർഡിയാക് സ്റ്റാറ്റസ്, കോംപ്ലിക്കേഷൻസ് വരാതെ പ്രിവെൻറ്റ് ചെയ്യുക, ഇമോഷണൽ ആൻഡ് ഫിസിയോളജിക്കൽ സപ്പോർട്ട് നൽകുക.